ഇവനുണ്ടല്ലോ, ഇവ സ്ഥിരമായിട്ട് കള്ളസാക്ഷി പറയുന്ന ഒരുത്തനായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല. എന്റെ ഈ ചോദ്യം കേട്ടതും അവൻ നെർവസായി. സത്യം പറഞ്ഞ അവൻ മുണ്ടിനകത്തുള്ള മൂത്രം ഒഴിച്ചു. ഇത് പറഞ്ഞപ്പോഴാ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. എന്താടേ, ബോറടിച്ചോ? ടിവിയിൽ നല്ലൊരു പ്രോഗ്രാം. എന്റെ പൊന്നാശാനെ, അത് ഓൺ ചെയ്യല്ലേ. മനുഷ്യനെ ഇത്രയും ബോറടിപ്പിക്കുന്ന ഒരു സാധനം. ഇഡിയറ്റ് ബോക്സ് എന്ന് അതിന് പേരിട്ടവനെ സമ്മതിക്കണം. അല്ല സാർ, ഇന്ന് കുമാരി രാധികയുടെ നല്ലൊരു ലളിതഗാനമുണ്ട്. ഓ, അത് ശരി, പാട്ടും കൂടാണോ? ഒരൊറ്റ ഒരെണ്ണത്തിന് പാടാനും അറിയില്ല, ഒറ്റ ഒരെണ്ണത്തിന്റെ സ്വരസാനവും ശരിയല്ല. അല്ല, നല്ല ശരീരമുള്ള ഒരു... നല്ല ശരീരം ഉള്ളത്, അല്ലാതെ ശരീരമല്ല, നല്ല ശരീരം. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അല്ല, സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട്? ഇപ്പോഴും ഇഷ്ടമല്ല. ഇതാര് പാടിയത്? രാധിക. ആര്? രാധിക. പോരാ, അവളുടെ ശ്യാമമേഹം പോരാ. ഞാൻ കേട്ടാ ഇവിടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണം? വേണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്യാമമേഘമേ, നീ പ്രേമദൂതുമായി വരുമോ? ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോളാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമ മേഘമേ നീ ഏതു കുല സ്നേഹ തൂത്തുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടിവിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമ മേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്കേ, ഹലോ, എനിക്കേ പിന്നെ എന്തിനാ അറിയിക്കാന്? അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. ഞാൻ ആരാന്നോ? എടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ്. കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കെട്ടായപ്പോതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ, അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരു ആശ്വാസം. വൈകുന്നേരത്തെ എവിടെ കാണാം സർ? വൈകുന്നേരോ? അത് മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വായിച്ച
ഞാൻ LLB പാസ്സായത് അല്ല രാവേട്ടാ? ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. ആ മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു കൂടേ. അതെ അതെ, ഞങ്ങളുടെ ബോസായിട്ട് പറയല്ല, നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാ. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുമെന്ന് അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. ചെയ്യൂ? അല്ല, ചെയ്യൂല. സ്മോൾ വഴി, സ്മോൾ വഴി. ഇതേത് രാഗമാണെന്ന് അറിയോ? എനിക്ക് ഒരു പിടിയുമില്ല. പിടികാണില്ല. അല്പം സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവൂ അല്ലേ രാവേട്ടാ? അതെ അതെ. പ്രകാശ് മതി, വളരെ കൂടുതലായി. ഹേയ് എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ് വന്നേ. ടക്കെന്നൊരു സ്മോൾ വഴി. അല്ല എന്തായി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിനെ അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ് തെറ്റിദ്ധരിക്കരുത്. ആ SP രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ? പിന്നെ ഇത് നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്, അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. മോനെ ഒന്ന് സമാനിപ്പിച്ചോളാം കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോട്ടാ. അല്ല ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ആട്ടോയിൽ പോകോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ശരി. നിങ്ങൾ ഓട്ടോ അത് പോയി ശരി. അത് ശരിയല്ല. അത് ശരി. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മൾ കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ശരി. ഇത് നല്ല പ്രവണത. കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടിനെ വിളിക്കുന്നത് വിളിച്ചോ. അല്ല. കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ശരി, ഞാൻ ഓടിക്കുന്നില്ല. മതി, ഞാൻ ഓടിക്കുന്നില്ല. വാ, പറയുന്ന മനസ്സിലാക്കി. അങ്ങോട്ട് വാ. ഞാൻ ഓടിക്കുന്നില്ല. അങ്ങോട്ട് കയറ്, കയറ് കയറ്. അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. കാലി കാലി കാലി. അവിടെ ഇരിക്കും കേട്ടാ. മുതിർന്നവര് പറയുമ്പോ മനസ്സിലാക്കണം. അങ്ങനെ സൂയിക്കണം. ഇത് എന്തൊരു സങ്കടമാണ് ഭഗവാനെ. പറഞ്ഞാലും അയ്യോ വൈപ്പർ വൈപ്പ് വഴി മഴ പെയ്താ പിന്നെ അപ്പ ഇടണ്ടല്ലോ. പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണെന്ന്. എവിടെ? എന്താ ചെയ്യ ഭഗവാൻ. ഇതാ സ്വിച്ച് ഇവിടെ. എന്താ ചെയ്യേണ്ട? ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യണോ? അത് പറഞ്ഞാ പോരെ. ഞാൻ അതല്ലേ പറഞ്ഞത്. ആ, പൊടി. ആ. ഇതിന്റെ സ്വിച്ച് എവിടെയാണ്? ഓ, സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ, അങ്ങോട്ട് പോരെ. വാ. മതി. എങ്ങോട്ടാ എങ്ങോട്ടാ? വീട് ഇവിടെ ഇങ്ങോട്ടാ. അയ്യോ, എന്നെ വഴി പഠിപ്പിക്കല്ലേ? എനിക്കറിയാം, അങ്ങനെ എനിക്കറിയാം. എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? ആരെ? പൊട്ടേ. അതെ, ആ. അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ അങ്ങനെ ഓടിച്ചു. ഞാൻ വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. കൊള്ളാം 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 കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല
കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളൂ. ആ. ദൂരെ നിന്നൊരു വണ്ടി വന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി അങ്ങ് ഓടിക്കണം. ആ ആ ആ പേടിപ്പിക്ക ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ വരൂല വരൂല ആ വേണ്ട വേണ്ട വായ കഴിട്ട് കീറുന്നോ എന്തൊരു സങ്കടം ഇവിടെ വാ ഇങ്ങോട്ട് തള്ളി വരണം. കേട്ട്. തള്ളണോ അല്ല 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 അയ്യോ ഇതാ പോണം ഇതാ പോണം ആ, ഏ മോളെ. ഏ? വിടില്ല. ഏ? ഏ? ആ, ഈ കണ്ട പൂച്ച അവിടെ അറിവും അവിടെ കേട്ടോ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? ഏ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ആഹാ. ഇതാ നോക്ക് ഇതാ ചെസ്റ്റ് ആ, ഹാൻഡ് ഇങ്ങനെ പിടിക്കണം കണ്ട ഹിപ്പ് ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എന്ത്? വാ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന് കളിക്കാൻ അടുക്കള പണി വെറുതെ ആയോ? അമ്മേ, ആഹാ, വെറുതെ മനുഷ്യൻ ഈ കപ്പ- അവിടെ ഇരിക്ക്. അമ്മേ ആ അതെ. ഗുഡ് മോർണിംഗ് മദർ. കാപ്പി എന്താ ഒരു ഗൗരവം? ഏ? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 10, 10:30, 10:30 11 മണിയായി 11. ഒരു 11:30, 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് പൂച്ച ഓ എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മേ അത് പിന്നെ കൈമൾ സാർ വളരെ വേണ്ട നിർബന്ധിച്ചപ്പോ വേണ്ട 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 നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വേണ്ട, അല്ല, വേണ്ട. അല്ല, അല്ല, നിന്റെ സത്യം ഒന്നും അമ്മ എനിക്ക് ഇത് കേൾക്കുകയേ അമ്മ ഇത് വേണ്ട. കേൾക്കണം. ഇന്ന് മുതൽ ഉം. ഞാൻ ഉം. മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അല്ല, അമ്മ അങ്ങനെയൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കണ്ടാ കണ്ടാ ഇതാ ഞാൻ പറഞ്ഞത്. നോക്കിയേ അമ്മ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ ശരിക്കും നോക്കിയേ. പോടോ അവിടുന്ന്. പോയി കുളിച്ച് റെഡിയാകും. നന്നായി കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്താനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? പൊയ്ക്കോ അവിടുന്ന്. അമ്മേ അല്ല വേണ്ട. നല്ല ഫിറ്റാണ്. കാരണം ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ്. എന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നോ? എത്ര നേരെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രസംഗിക്കുന്നു? 10 minutes ആവുമല്ലേ? 10 minutes ആയി. എനിക്ക് കുടിച്ച മതി. അതെ. പോവാം. അയ്യോ എടാ, ഇതൊക്കെ സാർ അറിഞ്ഞാൽ മോശമാണ് കേട്ടോ. എന്തോന്ന്? ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ നിന്ന് വിസ്കിയും സിഗരറ്റും ഒക്കെ ഓസുന്നതേ മോശമാണ്. എടാ ഞാൻ ഓസുന്നെങ്കിലേ പകുതി നീ ഞാൻ എവിടെയാടാ ഓസുന്നത്? നിന്റെ ഈ അരമ്പ് പറ. പോവാ 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 പോവാ. ഒരു സ്മോളോടെ കഴിഞ്ഞിട്ട് പോവാ. ഒരു ലാർജ് തന്നെ ആവട്ടെ. ആ, മതി സാർ, ഇപ്പൊ തന്നെ ഓറാണ്. ആരെ? നീ ഭയങ്കര സോപ്പായിട്ട് വരെയാണ്. സോപ്പിന്റെ തന്തയാടാ നീ സാറിന്റെ കാര്യം ഇത്ര ശ്രദ്ധിക്കണം. പോണം. വിട്ടടാ തമ്മ തല്ലി ചാവട്ടെ. വിട്ടടാ. കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ്. കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയ IPC സെക്ഷൻ എത്രയാടാ?
നിനക്കോ? അല്ല എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ പറ. 290. ഞാൻ പറയാത്തതാ. വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം, ഞാനൊരു സ്ഥലത്ത് പോകുന്നു. സീക്രട്ട് ആയ സ്ഥലം. എവിടെയാണ് സാർ? ഞാനേ രാധികയെ കാണാൻ പോകുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ദേ, ദേ. നല്ല കണ്ടീഷനിലാ പോകുന്നത്. എന്താ ഈ കണ്ടീഷൻ കുഴപ്പം? ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പോകും. ഞാൻ പോവും. അതെ, ഈ ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ കെ എസ് മേനോനില്ലേ, പുള്ളിയുടെ വീട് എവിടെ? ടി വിയിൽ പാടുന്ന ഡോക്ടർ കെ എസ് മേനോന്റെ വീടോ? ഐ എം സോറി, ടി വി പാട്ട് പാടുന്ന പുള്ളിയല്ല, പുള്ളിയുടെ ഡോക്ടർ രാധിക. ടി വിയിലൊക്കെ പാട്ട് പാടുന്ന കെ എസ് മേനോൻ. ടി വിയിൽ പാട്ട് പാടുന്ന കെ എസ് മേനോനല്ലേ, ഡോക്ടർ കെ എസ് മേനോൻ. നമ്മുടെ മേനോൻ കാണിച്ചുകൂടെ? ഏ? കാണിച്ചില്ല നടക്കാം. അവിടെ വേണോ? എവിടെ? അവിടെ ആ സൈഡിലോ? എവിടെ? ഇങ്ങോട്ടോ? ഏ? കണ്ടിട്ട് പോളിയാ. വേണ്ട. എന്റെ അതെ, ഈ മാല ഡോക്ടർ കെ എസ് മേനോൻ. വീഡിയോ വെച്ചാണോ മാല വീഴും? അത് ശരി, മാല വീഴുന്നല്ലേ പിച്ചാതെ കാണിക്കൂ. കുത്തോ? ഞാൻ എടുത്തില്ല. 5-8 പവന്റെ മാലയാ, ഡോക്ടർ കെ എസ് മേനോൻ. ഇവനെന്താ ഈ കാണിക്കുന്നെ? മോതിരം അതങ്ങനെ ഊരാൻ പറ്റത്തില്ല. സോപ്പ് ഇട്ടാണോ ഊരാൻ? സോപ്പൊന്നും ഇടണ്ട. ഡോക്ടർ കെ എസ്, ഞാൻ ഊരി തരാം. ഡോക്ടർ കെ എസ് മേനോന്റെ വീട്. വാച്ചില്ല. ഊരിയും തരണോ? ഇതങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല. കണ്ടത് ഡോക്ടർ കെ എസ് മേനോൻ ഊരത്തില്ലടോ. ഊരാനില്ല. മേത്ത് വിട്ടുള്ള കളി മതി. അടിച്ച് പിറ്റായി വന്നിട്ട് നിനക്ക് വല്ല പെണ്ണുങ്ങളുടെ വീട് കാണാൻ ഞാൻ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ. നിക്കേ ഒരു കാര്യം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡോക്ടർ കെ എസ് മേനോന്റെ വീട് അറിയാം. അതെന്താ ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് മോശമാണ്. ഹലോ, ഇതൊരു വീടില്ലേ? അതെ, ഒരു ലാർജ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എനിക്ക് നിങ്ങളെയും പരിചയമില്ല. പക്ഷെ നിങ്ങളെ പോലിരിക്കുന്ന വേറെ 4 പേരെ എനിക്കറിയാം. അവന്മാർ എന്നെ കുറെ ഇടിയിടിച്ചിട്ട് എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ പോയ ആവശ്യം വേറെ ആയിരുന്നു. ഇനി അഥവാ അവന്മാരെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇരിക്കുന്നത് ഞാനിങ്ങനെ പിടിക്കും. അപ്പൊ പുറകെ ഇരിക്കുന്ന ചാടി എനിക്ക് എന്നിട്ട് ഇവരെ ഞാനിങ്ങനെ പൊക്കി എടുത്തിട്ട് മാല ഊരിയിട്ട് ഈ മാല ഞാൻ കഴുത്തിലിടും. അപ്പൊ പുറകെ ഇരിക്കുന്ന 2 കഴിക്കും. അവന്മാരെ ഞാൻ വെടി വെച്ച് കൊടുക്കുമ്പോ പുറകെ നിർത്ത ചാടി വരുമ്പോ കുഞ്ഞിട്ട് അവൻ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഞാൻ അവന്റെ ഈ വാച്ച് ഊരിയിട്ട് ഒറ്റ ഏറി. എന്നിട്ട് ഞാൻ ഈ വാച്ച് കൈ കെട്ടും. അപ്പൊ ചാടി പിടിച്ച് നിർത്തിട്ട് ഈ മോതിരം ഊരി എടുത്തിട്ട് അപ്പൊ ഒരുത്തം പുറകിന് ചാടി വരുമ്പോ ഞാനിങ്ങനെ പിടിച്ച് തിരിച്ചങ്ങ് വെക്കും. അപ്പൊ ഇതുമായിട്ട് സംബന്ധമില്ലാത്ത ഒരാൾ വരുമ്പോ ഞാൻ റെഡി കൊടുക്കും. എന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് എന്നിട്ട് ആ മോതിരം ഞാൻ കയ്യിലിടും. എന്നിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ആ വിസ്കി എടുത്ത് കുടിക്കും. അപ്പൊ ഒരാളങ്ങനെ ഒരു സ്മോൾ വിസ്കി.